സഭ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സമ്മേളിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. സമസ്ത മേഖലകളിലും സർക്കാർ പരാജയപ്പെടുമ്പോൾ അതൊന്നും തങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഇതിനെതിരെ രൂക്ഷ വിമർശനം സഭയിൽ ഉയരുന്നുണ്ട്. എന്നിട്ടും അതിനൊന്നും കൃത്യമായ മറുപടിയോ കണക്കുകളോ സർക്കാരിന്റെ പക്കൽ ഇല്ല എന്നതാണ് സത്യം. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ പരിശോധിക്കുമ്പോൾ അതിൽ തന്നെ ആരോഗ്യ വകുപ്പാണ് ഏറ്റവും പരാജയം. മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണതും ഒരാൾ മരിച്ചതുമെല്ലാം ആരും മറന്നിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും ഇതെല്ലാം മറന്ന മട്ടിലാണ് സംസാരിക്കുന്നത്. ഇതിനൊപ്പമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ പടർന്നു പിടിക്കുന്നത്. ദിനംപ്രതി മരണങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ആരോഗ്യ വകുപ്പിനും വീണ ജോർജിനും മാത്രം ഒരു കുലുക്കവുമില്ല. ഇത് ആയുധമാക്കാൻ ഇറങ്ങിയ പ്രതിപക്ഷം ശക്തമായ ആക്രമണമാണ് ഭരണപക്ഷത്തിനെതിരെ ഉയർത്തുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തെ വിടാതെ പിടിക്കുകയാണ് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം 8 മരണമാണ് കേരളത്തിൽ നടന്നത്. അമേരിക്ക പോലുള്ള വികസിത രാജ്യത്ത് ഒരു വർഷം 120 പേർ മാത്രം മരിക്കുമ്പോഴാണ് കേരളത്തിൽ എത്രയും മരണസംഖ്യ ഉയരുന്നത്. ഈ മരണത്തിനെല്ലാം ഉത്തരവാദികൾ കേരളത്തിലെ സർക്കാരാണ്. ആരോഗ്യവകുപ്പ് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. സഭയിൽ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് സതീശൻ ഇക്കാര്യം വീണ്ടും ആവർത്തിച്ചാണ് പറഞ്ഞത്. കണക്കുകൾ സഹിതം പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസംഗം സഭയെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുലുക്കുന്നതായിരുന്നു. ആ പ്രസംഗത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, ഞങ്ങളിവിടെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിനെ തുടർന്ന് മരണങ്ങളുണ്ടാകും. ഈ വിവരം സഭയിൽ ചർച്ച ചെയ്യണം, പൊതുജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് നോട്ടീസ് കൊടുക്കുന്നത്. സാർ, ഇവിടെ സംസാരിച്ച ഭരണകക്ഷി അംഗങ്ങൾ ഞങ്ങൾ ആരുടെയോ കൊട്ടേഷൻ എടുത്തിട്ടാണ് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ സഭയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ബാധിച്ചിട്ടുള്ള പകർച്ചവ്യാധികൾ, രോഗങ്ങൾ എല്ലാം ചർച്ച ചെയ്ത പാരമ്പര്യമുള്ളൊരു സഭയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചുള്ള ആളുകളുടെ അറിവില്ലായ്മ, അജ്ഞത, ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതകൾ, ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. അത് സഭയിൽ കൊണ്ടുവന്ന് ഫോക്കസിൽ കൊണ്ടുവന്ന് ആ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ ഒരു വിഷയം കൊണ്ടുവരുമ്പോൾ ആരുടെ കൊട്ടേഷനാണ്? അമീബയുടെ കൊട്ടേഷനാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. എന്താണ് ഈ പറയുന്നത്? രാഷ്ട്രീയം പറയണതിനൊരു പരിധി വേണ്ടേ, മര്യാദ വേണ്ടേ? ഞങ്ങൾ ആദ്യമല്ലേ എന്താ സ്ഥിതി? എന്താ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വന്നിട്ട് 1965 ലോകത്ത് ആദ്യമായി അത് വന്നത്. ഇതുവരെ ലോകത്ത് 500-ൽ പരം കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടുപിടിച്ച ഓസ്ട്രേലിയയിൽ 20 പേർക്ക് താഴെയുള്ളൂ. അമേരിക്കയിൽ ഇതുവരെ 150-ൽ പരം കേസുകളാണ്. ഈ ചെറിയ സംസ്ഥാനത്ത് കേരളത്തിൽ ഇതുവരെ 120-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ വർഷം മാത്രം 68 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കാതെ പോയത്, കഴിഞ്ഞ 15 ദിവസം 8 പേര് മരിച്ചു. കഴിഞ്ഞ ഈ 2025-ൽ 69 പേഷ്യൻസ് ആണ്. 19 മരണമാണ് ഉണ്ടായത്. ഇതിന്റെ കണക്കുകളാണ്. 2023-ൽ 8 കേസാണ്, 24-ൽ 80 പേഷ്യൻസ് ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ്? ഇത് വരാൻ എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? എന്ത് കരുതൽ നടപടിയാണ് സ്വീകരിക്കേണ്ടത്? ചികിത്സയുടെ പ്രോട്ടോകോൾ എന്താണ്? സാർ, ഇതിനെല്ലാം ആരോഗ്യ വകുപ്പ്, ഞാൻ ആ വാക്ക് അടിവരയിട്ട് പറയുന്ന ഇരുട്ടിൽ തപ്പുകയാണ്. ഒരു ചികിത്സാ പ്രോട്ടോകോൾ കൊടുത്തിട്ടില്ല, ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടില്ല. പകർച്ചവ്യാധി ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു രോഗമാണ്. ആ രോഗം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവയർനെസ് വളരെ പ്രധാനപ്പെട്ടതല്ലേ? ആ അവയർനെസ്സിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു ഡയറക്ഷൻ താഴേക്ക് പോയിട്ടുണ്ടോ? ഇത് ഇപ്പോ 4 മാസം പ്രായമുള്ള കുട്ടിക്ക് വരെ ഇത് ബാധിച്ചു. അപ്പൊ ഇത് കുളത്തിൽ മുങ്ങിക്കുളിച്ചിട്ടാണ്, ചെളിയുള്ള വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചിട്ടാണ്, സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിക്കുളിച്ചിട്ടാണ് എന്നൊക്കെയുള്ള പ്രചരണം വരെയാണ് പുറത്ത്. 4 മാസം പ്രായമുള്ള കുട്ടി ഏത് സ്വിമ്മിംഗ് പൂളിലാണ് മുങ്ങിക്കുളിച്ചത്? അപ്പൊ അല്ലാതെയും വരുന്നുണ്ട്, കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചവർക്ക് വരുന്നുണ്ട്, പല രീതിയിൽ വരുന്നുണ്ട്. മരണമാണ്. നിങ്ങൾ ഗൗരവത്തോടുകൂടി കാണണ്ടേ? ഇതാരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ്, സപ്പോസ് ഇഫ് ദേ ആർ നോട്ട് കോമ്പീറ്റന്റ് ടു ഫൈൻഡ് ഔട്ട് ദ ഡീറ്റെയിൽസ്,
നിങ്ങൾ എക്സ്പേർട്ട് ഏജൻസികളുടെ സഹായം മേടിക്കണ്ടേ? നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് മിനിസ്ട്രിയുടെ സഹായം തേടണ്ടേ? നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്താണ് ലക്ഷണമെന്നോ എന്താണ് പ്രിവെന്റീവ് ആക്ഷൻ എന്നോ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ എക്സ്പേർട്ട് ഏജൻസികളെ സമീപിക്കണം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെടണം. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അതല്ലേ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിന് പകരം 10 കൊല്ലം മുമ്പുള്ള കഥ പറയാം. ഇന്നലെ മന്ത്രി തുടങ്ങി വെച്ചതാണ് ചോദ്യോത്തര വേളയിൽ 10 കൊല്ലം മുമ്പുള്ള കഥ. ഞാനിപ്പോ ഏതായാലും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസിനെ കുറിച്ച് പറഞ്ഞു. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഇല്ലേ? എന്താണ് ഇന്നലെ പറഞ്ഞത്? ഇവിടെ നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സിന്റെ 23-24 റിപ്പോർട്ടുണ്ട്. ഇതിന്റെ ഡാറ്റ 2021-22. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഉള്ള സ്റ്റേറ്റ് കേരള. ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഇന്ത്യയിൽ. കേക്ക് അത് ഡിക്ലൈനിങ് ആണ് ഇന്ത്യ മുഴുവൻ. ഏറ്റവും സ്ലോ ഡിക്ലൈൻ ഉള്ളത് കേരളത്തിലാണ്. ഇപ്പൊ പോലും 21-22 ഡാറ്റ അനുസരിച്ചിട്ട് 59.1% ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്. അതിപ്പോ ഇപ്പോഴത്തെ കണക്ക് അത് 70-യുടെ അടുത്തെത്തിയിരുന്ന 70%. മനസ്സിലായേ? അതേ അവസരത്തിൽ തമിഴ്നാട്, തൊട്ട അയൽവക്ക സംസ്ഥാനം, അവിടെ 2016-17 62%. ഇപ്പോൾ അവിടെ 34% ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കുറഞ്ഞു. UP ഒഴിച്ചുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഗണ്യമായി കുറഞ്ഞപ്പോൾ അത് കുറയാത്ത സ്ഥലമാണ്. ഇനി ടേംസ് വെച്ചിട്ടാണെങ്കിൽ നേരത്തെ 2016-17 5419 രൂപയായിരുന്നു എങ്കിൽ അത് പെർ ക്യാപിറ്റ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എങ്കിൽ ഇപ്പൊ അത് 7889. ഇതാണ് യഥാർത്ഥ സ്ഥിതി. ഇത് 10 കൊല്ലം മുമ്പുള്ള കണക്ക് പറയാം. 10 കൊല്ലം 20 കൊല്ലം മുമ്പുള്ള കണക്ക് ഏത് കാര്യത്തിലും പറയാം. ആരോഗ്യ കേരളം എല്ലാവരും കൂടി കെട്ടിപ്പടുത്താണ്. അത് മിഷണറിമാർ സഹായിച്ചിട്ടുണ്ട്, സാമൂഹ്യ സംഘടനകൾ സഹായിച്ചിട്ടുണ്ട്, മാറി മാറി വന്ന ഗവൺമെന്റുകൾ എല്ലാ കാലത്തും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം, ഇൻഫന്റ് മോർട്ടാലിറ്റി കുറച്ചത് ഉൾപ്പെടെയുള്ള നിരവധി നേട്ടങ്ങളുണ്ട്. പക്ഷേ